വിശ്വാസം മാത്രം മതിയോ? പ്രവൃത്തി വേണ്ടെന്നാണോ പൗലോസ്ലീഹ പറഞ്ഞത്? ഒരു ബൈബിൾ വചനത്തിൽ കൂടെ നമുക്ക് കടന്നു പോവാം. റോമാക്കാർക്കുള്ള ലേഖനം 3:20 ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുക എന്നേ ഉള്ളൂ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്നാണ്? വർക്ക് ഓഫ് ദ ലോ വേണ്ടെന്നാണോ? നമുക്ക് മറ്റൊരു വചനം കൂടെ നോക്കാം. റോമാക്കാർക്കുള്ള ലേഖനം 2:6 അവിടെ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. എന്നിട്ട് റോമ 2:13 ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്: കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. കണ്ടോ? അപ്പോൾ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്: സ്ലീഹ ഉദ്ദേശിച്ചത് എന്താണ്? ഇതിനെ തോമസ് അക്വിനോസ് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തോമസ് അക്വിനോസ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: അതായത് നിയമത്തിലെ ധാർമ്മികതയെ കുറിച്ചല്ല ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, മറിച്ച് സെറിമോണിയൽസ് അല്ലെങ്കിൽ റിച്വൽസിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് ഇപ്പൊ പരിച്ഛേദന കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ പന്നി കഴിക്കാതിരിക്കുക, ഇതൊക്കെ ലോയുടെ പാർട്ടാണ് അല്ലെ. ഇതൊന്നും കൊണ്ടല്ല അല്ലെ, ഇത് അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഗലാത്യക്കാർക്കുള്ള ലേഖനം 5:6 നമ്മളിങ്ങനെ കാണുന്നുണ്ട്: എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമെന്നോ അപരിച്ഛേദനമെന്നോ കാര്യമില്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതായത് ഇവിടെ സ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, സ്നേഹവും അതുപോലെ തന്നെ വിശ്വാസവും, ബോത്ത് സ്നേഹത്തിലുള്ള പ്രവൃത്തിയും വിശ്വാസവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വി വിൽ ബി സേവ്ഡ് ബൈ ദ മെർസി ഓഫ് അവർ ലോർഡ് ഹൂ ഹാസ് ബീൻ ക്രൂസിഫൈഡ് ഫോർ us. അല്ലെ, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി അല്ലെ നമ്മുടെ പ്രവൃത്തികൾ, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ അല്ലെ, ആ ക്രിസ്തുവിനുള്ള വിശ്വാസം, ഇതുമൂലമാണ് നാം നീതീകരിക്കപ്പെടുന്നത്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.